പ്രതിപക്ഷം പിളർപ്പിലേക്കാണോ CPM പ്രതിപക്ഷ ഉപനേതാവ് പദവിയിൽ തട്ടി എന്നുള്ളതാണ് ചോദ്യം. മധു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഫലം വന്ന് ഒരു മീറ്റിംഗ് കൂടി, അതിനുശേഷം LDF യോഗം നടന്നിട്ടേ ഇല്ല എന്നുള്ളതാണ്. ആ LDF യോഗം നടക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നതും ഈ പ്രതിപക്ഷ ഉപനേതാവ് പദവി വിഷയം അവിടെ ഉന്നയിക്കപ്പെടും എന്നുള്ളതാണ്. CPM ഭയക്കുന്നതും CPI ആഗ്രഹിക്കുന്നതും മറ്റ് ഘടകകക്ഷികളിൽ അനാവശ്യ ചർച്ചയാണെന്ന് പറയുന്നതും. ഇപ്പോൾ ഇത് മറ്റ് ഘടകകക്ഷികളുടെ അഭിപ്രായം കൂടി ഇന്നിപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. പ്രതിപക്ഷത്തിൽ പിളർപ്പാണോ? പ്രതിപക്ഷത്തിൽ പിളർപ്പ് എന്നതിനപ്പുറത്ത് രണ്ട് വഴിക്കാണെന്ന് മാത്രമല്ല, രണ്ട് വഴിക്ക് പോയാലും കുഴപ്പമില്ല എന്ന നിലപാട് രണ്ടു കൂട്ടരും സ്വീകരിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിലൊരു തീരുമാനം ഉണ്ടായതിന് ശേഷം മതി ഇനി മുന്നോട്ടാണോ പിന്നോട്ടാണോ ഒരുമിച്ചാണോ ഒറ്റയ്ക്കാണോ എന്നുള്ളൊരു നിലപാടിലേക്ക് CPI എത്തിയിരിക്കുന്നു. CPI ആ നിലപാടിലേക്ക് തന്നെയാണ് എത്തുക എന്നത് അവർ കഴിഞ്ഞ ദിവസം ഒരു പൊതുപരിപാടിക്കിടെ ബിനോയ് വിശ്വം സംസാരിക്കുന്നതിനിടയിൽ വ്യക്തമാക്കുകയാണ്. ആ സമയത്ത് അത് അവിടെ പറയേണ്ടുന്ന യാതൊരു കാര്യവുമില്ല. പക്ഷേ അത് പറയുന്നത് ഒരു തുറന്ന പ്രഖ്യാപനമാണ്. ഇതാണ് ഞങ്ങളുടെ പ്രഖ്യാപിത നിലപാട്. പ്രതിപക്ഷ ഉപനേതൃ പദവി ഇല്ലാതെ CPI ഒരു സമവായത്തിന് ഇല്ല എന്ന് തുറന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ വ്യക്തമാക്കി പറയുകയാണ്. ഇത് കൃത്യമായി കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ PM ശ്രീയുമായി ബന്ധപ്പെട്ടും CPI എടുത്ത ഒരു സ്ട്രാറ്റജി ഇങ്ങനെ തന്നെയായിരുന്നു. നിലപാട് ആദ്യം തന്നെ തുറന്നു പറയുക, അതിൽ നിന്ന് പിന്നോട്ട് പോകുന്ന പാർട്ടിയല്ല CPI, ഞങ്ങൾക്കിനി പിന്നോട്ട് പോകാൻ കഴിയില്ല എന്ന ഒരു നിലപാട് എടുക്കുക, അതിനുവേണ്ടി ഉറച്ചു നിൽക്കുക. അത് വീണ്ടും ഈ പ്രതിപക്ഷ ഉപനേതൃ പദവിയുമായി ബന്ധപ്പെട്ടും CPI ആവർത്തിക്കുന്നത് നമ്മൾ കാണുകയാണ്. അത് പുറത്തു പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ചർച്ചയിലുള്ളൊരു വിഷയം പുറത്തു പറഞ്ഞതിൽ CPM-ന് വലിയ പ്രതിഷേധമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ചർച്ചയ്ക്കില്ല എന്നും ഇനി എന്തായാലും പ്രതിപക്ഷ നേതൃപദവി CPI-ക്ക് കൊടുക്കുന്ന പ്രശ്നമില്ല എന്നും ഉള്ളൊരു രീതിയിലാണ് CPM-ഉം മുന്നോട്ട് പോകുന്നത്. ഇനി പുറത്തു പറഞ്ഞത് CPI മാത്രമാണോ? അല്ല. ചർച്ചയിലുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന സമയത്ത് പ്രതിപക്ഷ നേതാവും പറഞ്ഞത് അത് LDF ഉള്ളിൽ എടുക്കേണ്ട തീരുമാനം, അത് തീരുമാനമായി കഴിഞ്ഞ വിഷയമാണ് എന്നതാണ്. ഒരു തീരുമാനം ഒരു മുന്നണിക്കുള്ളിലാകുന്നത് എങ്ങനെയാണ്? അത് രണ്ട് വശത്തു നിന്നുള്ള ആവശ്യങ്ങൾ പരിഗണിച്ച് ഒരു കോമൺ തീരുമാനത്തിലേക്ക് എത്തുമ്പോഴാണ് തീരുമാനമാവുക. ഇത് ആ ചർച്ച നടക്കുന്നേ ഉള്ളൂ. ആ ആവശ്യം ഇപ്പോഴും CPI മുന്നോട്ട് വെക്കുന്ന സമയമേ ഉള്ളൂ. ഇനി അതിനോടൊപ്പം പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് അവർ ചോദിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. ഒരു മുന്നണിയുമായി ബന്ധപ്പെട്ട് ഒരിക്കലും പറയാൻ പാടില്ലാത്തൊരു പരാമർശമാണത്. അങ്ങനെ ഒരു ഒരു പ്രസ്ഥാനമാണ് CPI എന്ന നിലയ്ക്ക് അവരങ്ങനെ പലതും ചോദിച്ചുകൊണ്ടിരിക്കും. ഞങ്ങളാണ് തീരുമാനമെടുക്കേണ്ടത് എന്ന പ്രതീതിയിൽ സംസാരിക്കാൻ പാടില്ലാത്തതാണ്. അത് CPI വീണ്ടും ചൊടിപ്പിക്കുകയും രാജനും PP സുനീറും അടക്കമുള്ള നേതാക്കൾ അതിൽ വളരെ കൃത്യമായി വിമർശനം ഉന്നയിക്കുകയും അങ്ങനെയല്ല, ഇത് ഞങ്ങളുടെ ഉറച്ച തീരുമാനമാണ്, ഞങ്ങളത് ആവശ്യപ്പെടുമെന്ന് പറയുകയും ബിനോയ് വിശ്വം ആ കാര്യത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് വീണ്ടും വ്യക്തമാക്കുകയും ചെയ്തൊരു പശ്ചാത്തലം നമ്മുടെ മുന്നിലുണ്ട് എന്നതാണ്. നിയമസഭാ കക്ഷിയോഗം ഇതുവരെ ചേർന്നില്ല. ഏറ്റവും അവസാനം ഒരു യോഗം ചേർന്ന സമയത്ത് ഈ അതാത് കക്ഷികൾ തോൽവിയെക്കുറിച്ച് പഠിച്ച് തീരുമാനമെടുത്തതിന് ശേഷം ഒരു യോഗം ചേരാം എന്നുള്ളതാണ്. അപ്പോൾ ആകെ ഒരു യോഗം ചേർന്നു. പിന്നീട് യോഗം ചേരാൻ പോലും കഴിയാത്ത തരത്തിൽ ഈ പ്രതിപക്ഷ ഉപനേതൃ പദവി വലിയ പ്രതിസന്ധിയായി LDF-ൽ ഉയർന്നു വന്നു. ഇതിന് പരിഹാരം കാണേണ്ടത് ആരൊക്കെയാണ്? ഇതിന് പരിഹാരം കാണേണ്ടത് ഇതൊരു രാഷ്ട്രീയ പ്രശ്നമാണ്, നിയമസഭയുമായി ബന്ധപ്പെട്ട പ്രശ്നമല്ല. അതുകൊണ്ട് പിണറായി വിജയൻ അല്ല അതിൽ പരിഹാരം കാണേണ്ടത്. MV ഗോവിന്ദനും ബിനോയ് വിശ്വവും തമ്മിലാണ് തീരുമാനമെടുക്കേണ്ടത്. കഴിഞ്ഞ ദിവസം TP രാമകൃഷ്ണനും അതിലൊരു റോളുണ്ട്. TP രാമകൃഷ്ണൻ ബിനോയ് വിശ്വത്തെ കാണാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞെന്താ അറിയാമോ? എനിക്ക് ദീർഘസൗഹൃദമുണ്ട്. ഇത് സൗഹൃദത്തിന്റെ പേരിൽ തീരുമാനമാക്കേണ്ട ഒരു കാര്യമാണോ? ഇല്ല, ഇത് രാഷ്ട്രീയമാണ്, മുന്നണിക്കുള്ളിലെ കാര്യമാണ്. അത് ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടതാണ്. അത് അഭിപ്രായം കേട്ട് നിലപാട് പറഞ്ഞ് തീരുമാനമെടുക്കേണ്ട ഒരു കാര്യമാണ്. അതിന് കഴിയാത്ത തരത്തിലുള്ളൊരു അഭിപ്രായ വ്യത്യാസം LDF-ൽ ഉണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. LDF-ൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അവരൊരു തരത്തിലല്ല മുന്നോട്ട് പോകുന്നത് എന്നുള്ളത്. ഒറ്റയ്ക്ക് നീങ്ങണമെന്ന തീരുമാനത്തിലേക്ക് CPI ഏറെക്കുറെ എത്തിച്ചേർന്നിരിക്കുന്നു. അങ്ങനെയാണ് വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നത്. നേരത്തെ ഡോക്ടർ അരുൺകുമാറും പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് CPI എതിരുണ്ട്. അവർക്ക് എന്താണ് സാധ്യമാവുക? നിയമസഭയിൽ ഒറ്റയ്ക്ക് അഭിപ്രായം പറയുക സാധ്യമാണോ? അങ്ങനെയാണെങ്കിൽ പ്രതിപക്ഷത്തിന് നിയമസഭയിൽ ഒറ്റ അഭിപ്രായവും ഒറ്റ സ്വരവും ഇല്ല എന്നുള്ളത്, അതായത് ഇപ്പം തന്നെ ഇത്രയും അംഗബലം കുറവുള്ള പ്രതിപക്ഷത്തിന് രണ്ടഭിപ്രായം നിയമസഭയിൽ വരിക എന്ന് പറഞ്ഞാൽ അത് സമ്പൂർണ്ണമായ പരാജയമായിരിക്കും നിയമസഭയിലും എന്നത് എടുത്തു പറയേണ്ടി വരും. അപ്പോൾ നിയമസഭയിൽ അവർ ഒറ്റയ്ക്ക് അഭിപ്രായം പറയുമോ? നിയമസഭയിൽ ഐക്യം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? LDF യോഗം ചേരണം. LDF യോഗം ചേരുന്നില്ല. ഈ വിഷയത്തിലോ വിഴിഞ്ഞം വിഷയത്തിലോ ഒന്നും ഏകാഭിപ്രായമില്ല. നോക്കൂ, ഇപ്പം കുറച്ച് മുമ്പാണ് മുഖ്യമന്ത്രി സംസാരിക്കുന്നതിനിടയിൽ കരണ്ട് കട്ടുണ്ടാവുന്നത്. കുറച്ച് മുമ്പ് സ്മൃതി ചേച്ചിയുടെ പ്രോഗ്രാമിനിടയിൽ AD തോമസ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കട്ടുണ്ടാവുകയാണ്.
ഈ കറണ്ട് കട്ടിന് പലതരം പേരുകളുണ്ട്. ഒന്ന് ഇന്ദിരാ കട്ട് എന്ന് പറയുന്നുണ്ട്, പൂക്കി കട്ട് എന്നൊക്കെ പറയുന്നത് നാട്ടുകാർ ഫേസ്ബുക്കിലിടുന്ന പോസ്റ്റുകളാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പരിഹാസം നേരിടേണ്ടി വരുന്ന സാഹചര്യമുണ്ട് മുഖ്യമന്ത്രി. അപ്പോൾ അതിന് താഴെ ഈ UDF അനുകൂലികൾ കമന്റ് ഇടുന്നത് എങ്ങനെയാണെന്ന് അറിയുമോ? ഇതെങ്ങാനും പഴയ മുഖ്യമന്ത്രി ആയിരിക്കണം. പഴയ മുഖ്യമന്ത്രിയുടെ കാലത്ത് കറണ്ട് കെട്ടുണ്ടായത് ഇലക്ഷന് മുമ്പ് ഒറ്റത്തവണയാണ്. അന്ന് എന്തായാലും ആ സമയത്ത് കൃത്യം അന്ന് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനം നടത്തുന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി, ഇപ്പോഴത്തെ MLA-മാരൊക്കെ ഈ പറയുന്ന ചാനൽ ചർച്ചകളിലോ അല്ലെങ്കിൽ പൊതുവേദികളിലോ ഒക്കെ സംസാരിക്കുന്നതിനിടയ്ക്ക് കറണ്ട് പോവുകയാണ്. ഇതിനെന്താണ് പരിഹാരം? ഇനി കറണ്ട് പോയിക്കൊള്ളട്ടെ, അതിനൊരു സമയം വേണ്ടേ? മുമ്പ് കറണ്ട് കട്ട് ഉണ്ടായിരുന്ന കാലം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മളൊക്കെ എന്താ ചെയ്യുക? നമ്മുടെ ലൈഫിനെ അതിനനുസരിച്ച് ഡിസൈൻ ചെയ്യും. അങ്ങനെ ഒന്നും കഴിയാതെ തോന്നുന്നത് പോലെ കറണ്ട് കട്ട് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ കാര്യത്തിൽ LDF-ന് പ്രതിഷേധമില്ലേ? ഫേസ്ബുക്കിൽ നേതാക്കളും അണികളും പോസ്റ്റ് ഇട്ടാൽ മതിയോ? LDF-ന് പ്രതിഷേധമില്ലേ? എന്താണ് സാഹചര്യം എന്നത് വിശദീകരിക്കണ്ടേ? ഇങ്ങനെ ഒരു വിഷയത്തിലും ഇപ്പോൾ നേരത്തെ വർഗീസ് ജോർജ് പറഞ്ഞതുപോലെ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഒരു പ്രശ്നത്തിലും സംയുക്തമായ പ്രതിഷേധത്തിലേക്ക് പ്രതിപക്ഷം പോകുന്നില്ല. ഇങ്ങനെ പ്രതിഷേധമില്ലാത്ത പക്ഷമാണോ പ്രതിപക്ഷം? അങ്ങനെയും ഉണ്ടാകുന്നില്ല എന്നതാണ്. ഇനി ഈ ഒരു വിഷയത്തിലേക്ക് മാത്രമാണോ പോകുന്നത്? വലിയ ചൂടുകാട്ടിലെ VS സ്മാരകവുമായി ബന്ധപ്പെട്ട് CPI വിമർശനം, അവരുടെ TV തോമസിന്റെ സ്മാരകം ഉണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. എന്താ കാരണം? അവിടെ വ്യക്തിപരമായ സ്മാരകങ്ങൾ വേണ്ടതില്ല എന്നതാണ് ഇവരുടെ പൊതുധാരണ. ആ പൊതുധാരണ തെറ്റുന്നു. അങ്ങനെ തെറ്റുകയാണ് എങ്കിൽ ഞങ്ങൾക്കും സ്മാരകം വേണമെന്ന് അവർ പറയുന്നു. പിന്നീട് ഈ രണ്ട് സ്മാരകങ്ങളുടെയും ഡിസൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമാകുമെന്ന് പറഞ്ഞ് CPM VS-ന്റെ സ്മാരകത്തിന്റെ ഡിസൈൻ മാറ്റാനുള്ള തീരുമാനമെടുക്കുന്നു. ഇതിലൊന്നിലും ഏകാഭിപ്രായമില്ല. ഇതൊക്കെ പുറത്തേക്ക് വരികയുമാണ്. എന്നിട്ട് ഞങ്ങൾ ഉള്ളിൽ ചർച്ച ചെയ്തോളാം എന്ന് പറയുകയും ചെയ്യുന്നതാണ് അതിൻ്റെ ഒരു ഘടകവിരുദ്ധത എന്ന് പറഞ്ഞത്. ഇനി വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് CPM-നും CPI-ക്കും അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നത് അവിടെ ഇരിക്കട്ടെ. CPM-ൽ ഏകാഭിപ്രായമുണ്ടോ? പ്രതിപക്ഷ നേതാവ് ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് ഒരു കത്തയക്കുന്നു. ആദ്യത്തെ കത്ത് നിയമസഭയിൽ അദ്ദേഹം ഇത് മൊണോപ്പാളിയാണ്, ഇത് ഓണർഷിപ്പ് ട്രാൻസ്ഫർ ആണ്, അതിൽ ഈ കുത്തകയുണ്ടാകാനുള്ള സാഹചര്യം ഒഴിവാക്കണമെന്ന് അടക്കം അഭിപ്രായം പറയുന്നു. പ്രതിപക്ഷ നേതാവാണ് അഭിപ്രായം പറയുന്നത്. കഴിഞ്ഞ ദിവസം P. രാജീവ് അടക്കമുള്ള നേതാക്കളൊക്കെ പറയുന്നത് MSc വരുന്നതുമായി ബന്ധപ്പെട്ടല്ല ആശങ്ക, ലഘൂകരിക്കപ്പെട്ടിരിക്കുന്നു. അതിൽ സർക്കാർ എടുക്കുന്ന നിലപാടുകളും അതിലെ ഒരു ഹേസ്റ്റും ഒക്കെയാണ് പ്രശ്നം എന്ന നിലപാടിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളെന്താ വിചാരിച്ചത്? അതിൽ മുൻ മുഖ്യമന്ത്രിയുടെ പ്രതികരണം തരുന്ന സമയത്ത് അദ്ദേഹം അതിൽ പ്രതികരിക്കുന്നില്ല. അദ്ദേഹം പ്രതികരിക്കാതെ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ CPM-ഉം അല്ലെങ്കിൽ LDF-ഉം MSc-യുടെ നിക്ഷേപവുമായി ബന്ധപ്പെട്ട എന്ത് നിലപാടിലേക്ക് മാറിയിരിക്കുന്നു എന്നത് അവ്യക്തമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ന് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്ക് കത്തയക്കുന്നു. ആ കത്ത് അദ്ദേഹം നേരത്തെ ആവർത്തിച്ച അതേ നിലപാട് ഉന്നയിച്ചുകൊണ്ടാണ്. അതായത് MSc-യുമായി ബന്ധപ്പെട്ട് അദാനിക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കണമെന്ന നിലപാടാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. അപ്പോൾ 3 തവണ ആദ്യം പ്രതിപക്ഷ നേതാവ് പറഞ്ഞ അഭിപ്രായം അവിടെ നിൽക്കുന്നു, പിന്നീട് പല നേതാക്കൾ പുറത്ത് പറഞ്ഞ വ്യത്യസ്തമായ അഭിപ്രായം അവിടെ നിൽക്കുന്നു, ഇന്ന് പ്രതിപക്ഷ നേതാവ് കത്തിൽ പറഞ്ഞ അദ്ദേഹത്തിന്റെ മുൻ അഭിപ്രായം. LDF-ന്റെ അഭിപ്രായം എന്താ? ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് എതിർപ്പുണ്ടായിരുന്നു എന്ന് CPI പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ CPI-ക്കും CPM-നും 2 അഭിപ്രായമാണ്, CPM-ൽ തന്നെ 2 അഭിപ്രായമാണ്. അപ്പോൾ പ്രതിപക്ഷത്തിന്റെ അഭിപ്രായം എന്താ എന്നറിയാൻ ഒരു കൗതുകം നിലനിൽക്കുന്നുണ്ട്. ഈ നിലയ്ക്കാണ് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് എങ്കിൽ പിളർപ്പിലേക്കെന്നല്ല, പരാജയത്തിന് പുറകെ പരാജയത്തിലേക്ക് എന്നതായിരിക്കും നല്ല തലക്കെട്ട്. ഓക്കെ. Meet the editors.